ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് സിയാസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വർക്ക് വരുന്നത് ഉപ്പളയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി വന്നതാണ്. ഇത് ഹൈറ്റായിട്ട് ചെയ്യുന്ന ഒരു വലിയ ഡെക്കോറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം പകൽ ഗസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അത്ര ഒരു കംഫർട്ടബിൾ ആവാറില്ല. അങ്ങനെ രാത്രിയാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുക. പിന്നെ വെച്ചാൽ ഇവിടെ ഒരു പാളിച്ച പറ്റുമെന്ന് വെച്ചാൽ ഇവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലോറൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് തരാൻ. അപ്പോൾ ഇവർ ഇൻ്റർലോക്കിൻ്റെ മേലെ ചെയ്യുകയാണെങ്കിൽ അത് പറ്റില്ല. പക്ഷേ ഫ്ലോറൊന്നും അവർ സെറ്റ് ചെയ്ത് തന്നിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കാണ്. സാധനമൊക്കെ ഇറക്കിയിട്ട് രാത്രിയാണ് കേട്ടോ ഈ വർക്ക് നമ്മൾ ചെയ്തത്. രാത്രി ചെയ്യുമ്പോഴത്തേക്കും ഒരു 2 മണി വരെ നമുക്ക് ഫ്ലോറ് ലെവൽ ചെയ്തെടുക്കാനും, ഫ്ലോറ് ലെവൽ ചെയ്തെടുക്കുന്നതല്ല, നമുക്ക് ആ പ്ലാറ്റ്ഫോം ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ നല്ലോണം പാടുണ്ടായിരുന്നു. കുറേ കുഴിയും കാര്യങ്ങളൊക്കെ എടുത്ത് അത് നല്ലോണം, കാരണം മേലെയും കീഴായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ ഫ്ലോറ്. അപ്പോൾ അത് ഒക്കെ ലെവൽ ചെയ്തിട്ട് പ്ലാറ്റ്ഫോമൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇത് പെണ്ണിൻ്റെ സൈഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് നല്ല പണിയുള്ള വർക്കാണ്. കാരണം നമ്മളിപ്പോൾ ഫ്ലോറിൽ മാത്രം ചെയ്യുകയാണെങ്കിൽ അത്ര വർക്കൊന്നും ഒരത്ര പണിയൊന്നും ഉണ്ടാവില്ല. ഇത് ഹാങ്ങിങ് ഡെക്കോറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല പണിയുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ മുന്നേ അവരത് ഹാങ് ചെയ്യാനുള്ള റോഡൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാണ് കേട്ടോ. അപ്പോൾ ഈ പണി നമുക്ക് തീരുമ്പോൾ രാത്രി ഒരു 8 മണിക്ക് തുടങ്ങിയത് രാവിലെ ഒരു 8 മണി വരെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ 8 മണി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ച് ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും. പിന്നെയും വേറൊരു സ്ഥലത്തും നമുക്ക് മെഹന്തി സ്റ്റേജ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി മൊത്തം ഉറക്കം കഴിഞ്ഞിട്ട് കുറച്ച് പാട് തന്നെയായിരുന്നു പിന്നെയും പോയി അവിടെ ചെയ്തെടുക്കാനായിട്ട്. ഇത് നല്ല ഹെവിയുള്ളൊരു വർക്ക് തന്നെ ആയിരുന്നു നമ്മൾ. കാരണം ഇത്ര ഒരു ക്ലിയർ അല്ലാതെ നമ്മൾ ഒരുപാട് പണി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് വൈറ്റ് ഫ്ലോർ മാറ്റാണ് കേട്ടോ നമ്മളിടുക. ഫുള്ള് വൈറ്റ് തീമായതുകൊണ്ട് നമ്മൾ കളർ മാറ്റ് അതിലേക്ക് ചേരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈറ്റ് ഫ്ലോർ മാറ്റ് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കും. കാരണം കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കയറ്റി വെക്കാനും. നല്ല പണിയുള്ള ഡെക്കോർ തന്നെ ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ കസ്റ്റമർ നമ്മളോട് പറയും അത് അങ്ങനെയാണ് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാവാറുണ്ട്. കാരണം നമ്മളെ ഹാർഡ് വർക്ക് ഇത്ര എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അവർക്ക് ഒന്ന് പറഞ്ഞ് അതങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞ് അവർക്ക് തീർത്താൽ മതി. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഹാർഡ് വർക്ക് അത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ, അത് ചെയ്തവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ പിന്നിൽ കുറേ കുട്ടികളുടെ ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഈ ഫിനിഷിങ് വർക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ട് അവരെ മുഖത്ത് കാണുന്ന സന്തോഷം എനിക്ക് മനസ്സിലാവും. കാരണം അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് രാത്രി മൊത്തം ഉറങ്ങാതെ രാവിലെ ചെയ്യുമ്പോൾ ഇത് പെണ്ണിൻ്റെ സൈഡിലുള്ള സ്റ്റേജാണ് കേട്ടോ. ഇതും ക്രോസ് ആയി വെച്ചേക്കായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനൊന്നും ശരിക്കും പറ്റിയിട്ടില്ല. നമ്മൾ പിന്നെ ആ സ്റ്റാൻഡും കുറച്ച് ക്രോസ് ആയിട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ ഗ്രൂമിന് വേണ്ടിയിട്ട് ചെയ്ത സ്റ്റേജ്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇനി നമുക്കിതിലേക്ക് ഇത് നമ്മൾ പിന്നീട് നമ്മൾ വീഡിയോ കേട്ടോ. ഇതിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾ സത്യമായിരുന്നു കേട്ടോ. ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള പാത്വേയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒറ്റ ഫ്ലവർ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഒക്കെ ചവിട്ടി നിരത്തി വെച്ചേക്കായിരുന്നു കുട്ടികളൊക്കെ. അപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ട് പിന്നീടുള്ള ഇതിൻ്റെ അവസ്ഥ അത്രയ്ക്കും. പിന്നീട് എന്ന് പറയുമ്പോൾ അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ കുറച്ച് ഫ്ലോറ് പ്ലാറ്റ്ഫോം കുറച്ച് താന്നിരിക്കുകയായിരുന്നു. കാരണം കുറേ ആൾക്കാരൊക്കെ കയറിയപ്പോൾ അത് കുറച്ച് താന്നു പോയി. കാരണം അവർ ലെവൽ ചെയ്ത് തന്നിട്ടില്ലായിരുന്നു. നമ്മൾ കുഴിയൊക്കെ എടുത്ത് വെച്ചതുകൊണ്ട് ആൾക്കാർ കൂടുതലായിട്ട് അതിലേക്ക് കയറിയപ്പോൾ കൊണ്ട് കുറച്ച് താന്നിട്ട് അതും കുറച്ച് സീനൊക്കെ ആക്കി എടുക്കുകയായിരുന്നു കേട്ടോ അവർ. അപ്പോൾ ഭയങ്കര വിഷമമായി പോയി. പിന്നെ നമ്മൾ രാവിലെ തന്നെ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇനിയൊരു വർക്കിന് പോകാനുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും.